ഹലോ ഫ്രണ്ട്സ്, സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഹരിയാണെങ്കിൽ കാര്യങ്ങളൊക്കെ തന്നെ നന്ദനിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നു. നന്ദനാണെങ്കിൽ എല്ലാ കാര്യങ്ങളും കുറ്റങ്ങളും താൻ ഒറ്റയ്ക്കാണ് ചെയ്തതെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഋഷിയെ കൊന്നതും മൃതദേഹം ഒളിച്ചതുമെല്ലാം ഒറ്റയ്ക്കാണ് ചെയ്തതെന്ന് നന്ദൻ തുറന്നു പറയുന്നു. എന്നാൽ ഇത് ഒറ്റയ്ക്ക് ചെയ്യാവുന്ന കാര്യമാണോ എന്ന് ഹരിവക്കീലിന് സംശയമുണ്ടാക്കുന്നു. അങ്ങനെ ഹരിവക്കീലാണെങ്കിൽ എല്ലാവരോടും കൂടിയിട്ട് ഇതിനെപ്പറ്റി അഭിപ്രായം ചോദിക്കുന്നുണ്ട്. നന്ദന് ശിക്ഷ വാങ്ങി കൊടുക്കേണ്ടതിനെക്കുറിച്ച് ദേവികയും സിദ്ധാർത്ഥനും ഒറ്റക്കെട്ടായ ഒരഭിപ്രായത്തിൽ നിൽക്കുന്നുണ്ട്. മറിച്ച് പ്രഭാവതിയാണെങ്കിൽ തൻ്റെ മകന് ഒരു തെറ്റുപറ്റിപ്പോയതാണെന്നും ഒരു കയ്യബദ്ധത്തിൽ സംഭവിച്ചതാണെന്നും പറഞ്ഞ് നന്ദനെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഈ സമയത്തിലാണെങ്കിൽ ഇസബെല്ല ദേവികയും നന്ദനും ഉറപ്പായിട്ടും അടുക്കുമെന്നും അങ്ങനെ അടുത്താൽ ഋഷിയെ തട്ടിക്കളയുമെന്നും വീണ്ടും ഒന്നിച്ചാൽ നന്ദനെ കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തുന്നു. ഇത് കേട്ട കെവിൻ ഇസബെല്ലയുടെ മാനസിക വിഭ്രാന്തി കണ്ട് വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. പിന്നീട് ദേവികയ്ക്ക് ഒരു കോൾ വന്നിട്ട് അവിടെ നിന്നും മാറിപ്പോകുമ്പോൾ ഹരിവക്കീൽ പറയുന്നുണ്ട്, ദേവികയെ വിഷമിപ്പിച്ചതിന് ഒട്ടും ശരിയായില്ല, ഇസബെല്ലയും കെവിനും തമ്മിലുള്ള കൂട്ടുകെട്ടിനെ പറ്റി. ഇത് കേട്ട നന്ദൻ പറയുന്നുണ്ട്, എനിക്കത് മനസ്സിലാവുന്നുണ്ട്, എല്ലാത്തിനും കൂടി ഞാൻ ശിക്ഷ ഏറ്റുവാങ്ങിക്കൊള്ളാമെന്ന്. ഈ കാര്യങ്ങളെല്ലാം ഗിരിയെ അറിയിക്കുകയാണ്. ഗിരി രാജിനിയോടും പറയുന്നു. ഇതിനെപ്പറ്റി ഗിരിയും രാജിനിയും തമ്മിൽ വഴക്കാവുന്നു. നന്ദൻ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കുന്ന രാജിനിയോട് തെറ്റ് ചെയ്താൽ ശിക്ഷ അനുഭവിക്കണമെന്ന് ഗിരി ശക്തമായി പറയുന്നുണ്ട്. ഗിരി എപ്പോഴും ദേവികയാണ് പിന്തുണയ്ക്കുന്നതെന്ന് രാജിനി കുറ്റപ്പെടുത്തുന്നുണ്ട്. പിന്നീട് CP ആണെങ്കിൽ അരുന്ധതിയുടെ വീട്ടിലെത്തുമ്പോൾ അവിടെ ഒളിച്ചിരിക്കുന്ന ഋഷിയെ കാണാനിടയാകുന്നു. ഋഷി സത്യങ്ങളൊക്കെ തന്നെ CPയോട് തുറന്നു പറയുന്നുണ്ട്. ഇതൊരു കാരണവശാലും പുറത്തു പറയരുതെന്ന് അവൻ CPയോട് കെഞ്ചുന്നുണ്ട്. CP ആണെങ്കിൽ